വിഴിഞ്ഞം പോർട്ടിന്റെ പിതാവാര്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാഷണൽ മീഡിയയിലും നമ്മുടെ മീഡിയക്കാരോടും ഒക്കെ ചർച്ചയ്ക്കിരുന്നപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ അതിൽ ഡയറക്റ്റ് ഒരു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി ഇതിന്റെ പിതൃത്വവും മാതൃത്വവും നമ്മുടെ നാടിനാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ്, ഇതിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും BJPക്കും എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്, കേരളത്തിനും കേന്ദ്രത്തിനും അദാനിക്കും ഒക്കെ ക്രെഡിറ്റ് ഉണ്ട് എന്നൊരു ലൈനാണ് പലപ്പോഴും എടുത്തത്. പക്ഷെ നമുക്കെല്ലാം അറിയാം, ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിതാവെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനായ വ്യക്തി. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി സാറിന്റെ പേര് ഒരാൾ പോലും വേദിയിൽ പറഞ്ഞില്ല എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമാണ്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്ന് ഉമ്മൻചാണ്ടി സാറിനെ ഇഷ്ടപ്പെടുന്നവരും ഈ വിഷയം പഠിക്കുന്നവരും എല്ലാം അറിയുന്നതും കൂടെയാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഇതിന്റെ ആദ്യ കമ്മീഷനിങ്ങിൽ എന്നെയായിരുന്നു ആങ്കറായി വിളിച്ചിരുന്നത്. അതായത് ഈ പരിപാടിക്ക് ഹോസ്റ്റ് ചെയ്യാൻ ശ്രീ മൻമോഹൻ സിംഗ്, അന്നത്തെ പ്രധാനമന്ത്രി, വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് അവസാന നിമിഷം അത് മാറ്റിവെക്കുകയും മറ്റും ഉണ്ടായി. അപ്പോ അതായത് മൻമോഹൻ സിംഗ് ഇരുന്ന കാലഘട്ടത്തിലാണ് അതിന്റെ വീണ്ടും ചില പ്രശ്നങ്ങൾ വന്നു, ചില തർക്കങ്ങൾ വന്നു, അത് മാറ്റിവെച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറ് ആ കാലം മുതൽക്ക് തന്നെ വളരെ ശക്തമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഗുണപ്പെട്ടത്. ശ്രീ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ സർക്കാരിന് വന്നതിന് ശേഷവും ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ് ഇതിനുവേണ്ടി കാര്യമായി ശ്രമിച്ചത്. 2015 ഇദ്ദേഹം അദാനിയുമായിട്ട് ഒപ്പിടുന്നത്. ഈ അദാനി പോർട്ടുമായിട്ട് ഒപ്പിട്ടത് വളരെ പ്രധാനമായിരുന്നു. എന്നിട്ട് വർഷങ്ങളോളം ഇതിങ്ങനെ സ്ലോ ആയി കടന്നിരുന്നു. അതിനെ റിവൈവ് ചെയ്യാൻ ശ്രീ ഉമ്മൻചാണ്ടി എടുത്ത ഇൻട്രസ്റ്റ് വളരെ അധികമാണ്. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇതിന്റെ പിന്നിലുള്ള കോൺട്രിബ്യൂഷൻ അദാനി പോർട്ടിനെ പഠിക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും പലപ്പോഴും അറിയാം. ഇപ്പോഴല്ല, ദശാബ്ദങ്ങളായ അദ്ദേഹം ഇതിനെടുത്ത താല്പര്യത്തിനെ കുറിച്ച് ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർത്തി പറയണമെന്ന് പറഞ്ഞാൽ, വേദിയിൽ ഒരാൾ പോലും ഉമ്മൻചാണ്ടി സാറിനെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. തിരുവനന്തപുരം MP ശ്രീ ശശി തരൂർ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് ഓരോ വർഷവും ഇന്ത്യക്ക് ഏകദേശം $220 മില്യൺ ലാഭിക്കുമെന്നാണ് കണക്ക്. അതായത് 1860 കോടി രൂപ ഓരോ വർഷവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഇത് ലാഭിക്കും. അതായത് കൊളംബോ അടക്കമുള്ള ബാക്കി പോർട്ടുകളെ നമ്മൾ ആശ്രയിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യക്ക് അത്രമാത്രം അല്ലെങ്കിൽ ധനം സേവ് ചെയ്യാൻ കഴിയുന്നതും പുതിയ റവന്യൂ കൊണ്ടുവരുന്ന ഒരു കാര്യവുമാണ്. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ കണക്കുകൾ എടുത്താൽ 8867 കോടിയാണ് ഇതിനു വേണ്ടി ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇത് PPP മോഡലിലാണ് ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് ഇതിൽ 5595 കോടി, ഏകദേശം 63% ഇതിന്റെ ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റിന്റെ ചെലവാക്കിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ 9% ലോണായിട്ടാണ് നമ്മുടെ കേരള സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗം കുറവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റിനാണ് ഏറ്റവും ക്രെഡിറ്റ് ഒന്നും പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഏകദേശം 817 കോടി ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത് തിരിച്ചു കൊടുക്കേണ്ടതും കൂടിയാണ്. അദാനി ഗ്രൂപ്പ്, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് ഏകദേശം 2454 കോടി, 28% ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നു. ഇതിനെ ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ അദാനി ഇതിലേക്ക് ഏകദേശം 13,000 കോടി ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്, ആ പോർട്ടിന്റെ കപ്പാസിറ്റി വളർത്താൻ. 2028 മറ്റൊരു 10,000 കോടി കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞം ഒരുപാട് പേരുടെ ക്രെഡിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ക്രെഡിറ്റ് ഉണ്ട്. ശ്രീ പിണറായി വിജയന് നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. അദാനിക്ക് ഈ ഐഡിയയ്ക്ക് ഇൻസ്പിറേഷൻ നൽകിയ ശ്രീ ശശി തരൂറിന് അതിൽ തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. ശ്രീ നരേന്ദ്രമോദിക്ക്, സെൻട്രൽ ഗവൺമെന്റിന് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുകയും മറ്റും ചെയ്ത അവർക്കിതുണ്ട്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് സംശയഭേദമന്യേ ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. അതിന് ആർക്കും സംശയം വേണ്ട. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ക്രെഡിറ്റ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ. അതിലൊരു ക്രെഡിറ്റ് വാറന്റ് ആവശ്യമില്ല. ഇതിന് എന്തുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ഉയർത്തി പറയുന്നു എന്ന് പറഞ്ഞാൽ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് ആരും പറഞ്ഞില്ല. അത് വളരെ മോശകരമായി പോയി, അത് വളരെ വിഷമകരമായി പോയി. ശ്രീ ഉമ്മൻചാണ്ടിക്ക് എൻ്റെ ക്രെഡിറ്റ്, അദ്ദേഹം മേഘങ്ങളുടെ ഇടയിൽ നിന്ന് ഇത് കാണും, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. അതിൽ വളരെ സന്തോഷിക്കുകയും ചെയ്യും. വികസനത്തിൽ പലപ്പോഴും രാഷ്ട്രീയം കലർത്താത്ത, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ചാണ്ടി സാറിനെ പോലൊരു വ്യക്തി അദ്ദേഹം എവിടെ ഇരുന്നാണെങ്കിലും അത് സന്തോഷിക്കുന്നുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയ കാരണങ്ങളാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ തിരസ്കരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന്റെ പേര് ഉയർത്തി പറയാൻ കോൺഗ്രസും CPM-ഉം BJP-യും കേരളത്തിലെ സാധാരണ ജനങ്ങളും വിഴിഞ്ഞം കൊണ്ട് വളർച്ചയും വികസനവും ഉണ്ടാകുന്ന നമ്മുടെ നാടും അദ്ദേഹത്തിന്റെ പേരിനെ സ്മരിക്കണം.